ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി വിത്ത് നാനാർജിസ്. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഹാനി എന്ന് പറഞ്ഞാൽ കഥ. എന്താണ് കഥയുടെ പേര്? ചട്പട്ട് ഓർ നട്ഖട്ട്. ഇവിടെ ചട്പട്ട് ഓർ നട്ഖട്ട് എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ പേരാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? രമേശ് ഉപാധ്യായ്. ആരാണ് കഥ എഴുതിയിരിക്കുന്നത്? രമേശ് ഉപാധ്യായ്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയാലോ. एक था चटपट, एक था नटखट. चटपट बड़ा था, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. दोनों स्कूल में पढ़ते थे. चटपट 5वीं में, नटखट 3री में. घर से दोनों भाई साथ साथ स्कूल जाते और साथ ही वापस आते. അപ്പോൾ എന്താ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? എക്ത ചട്പട്ട്. ഒരിടത്ത് ചട്പട്ട് എന്ന പേരുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. മറ്റാളുടെ പേരെന്തായിരുന്നു? നട്ഖട്ട്. അപ്പോൾ ഒരിടത്ത് ചട്പട്ടും നട്ഖട്ടും ഉണ്ടായിരുന്നു. ചട്പട്ട് ബഡാ ഥാ. അതിൽ മൂത്ത ആളാരായിരുന്നു? ചട്പട്ട്. നട്ഖട്ട് ഛോട്ട. ഇളയവൻ ആരായിരുന്നു? നട്ഖട്ട്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ. ഈ മൂത്ത ആൾക്ക് 2 വയസ്സ് മൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഛോട്ട കേവൽ 2 സാൽ ഛോട്ട. ഇളയവൻ ഒബ്വിയസ്ലി 2 വയസ്സിന് എളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ദോനോ സ്കൂൾ മേ പഠിത്തേ തേ. അവർ രണ്ടുപേരും എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു, സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചട്പട്ട് 5वीं में. ചട്പട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നേ? ചട്പട്ട് 5ാം ക്ലാസ്സിൽ. നട്ഖട്ട് 3री में. നട്ഖട്ട് ആണെങ്കിൽ 3ാം ക്ലാസ്സിൽ. घर से दोनों भाई साथ साथ स्कूल जाते. വീട്ടിൽ നിന്ന് രണ്ട് സഹോദരന്മാർ എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്? സാത്ത് സാത്ത്. സാത്ത് സാത്ത് എന്ന് വെച്ചാൽ ഒരുമിച്ച്, കൂടെ. और साथ साथ ही वापस घर आते. साथ साथ ही वापस घर आते എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തന്നെ തിരിച്ച് വീട്ടിലും വരും. അപ്പോൾ എന്താ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു, ചട്പട്ടും നട്ഖട്ടും. ചട്പട്ട് വലിയവനാണ്, മൂത്തയാളാണ്. നട്ഖട്ട് ഇളയവനാണ്. ഇതിൽ ചട്പട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में, അതായത് 5ാം ക്ലാസ്സിൽ. നട്ഖട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോയാലോ. വേ ഏക് ഗാവ് മേ രഹത്തെ തേ. അവരെവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? ഒരു ഗ്രാമത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂർ ദൂസരേ ഗാവ് മേ ഥാ. അപ്പോൾ അവരുടെ സ്കൂൾ എവിടെയായിരുന്നു? അവരുടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലല്ലായിരുന്നു, മറിച്ച് ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. ദൂസരേ ഗാവ് മേ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗ്രാമത്തിൽ. വഹാൻ തക് പൈദൽ ജാന പട്ടാ താ. അവിടെ വരെ അവർക്ക് എങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? പൈദൽ ജാന എന്ന് പറഞ്ഞാൽ നടന്നു പോവുക. അവർ സ്കൂളിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഓർ പൈദൽ ഹി വാപ്പസ് ആന പട്ടാ താ. തിരിച്ച് നടന്ന് തന്നെ സ്കൂൾ വിട്ട് തിരികെ വരികയും ചെയ്യണമായിരുന്നു. വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരികെ വരിക. ജാത്തെ സമയ രാസ്തേ മേ ഉന്നെ കൈ ചീസേ മിൽത്തി തി. അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർ വഴിയിൽ അനേകം കാര്യങ്ങൾ കാണുമായിരുന്നു. മിൽത്തി തി എന്ന് പറഞ്ഞാൽ കിട്ടുമായിരുന്നു എന്നാണ്. ഇവിടെ കിട്ടുമായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ വഴിയിൽ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് അവർ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്? പോക്കർ, ബർഗത്, ഖേത്ത്, ബാഗ്, നാല ഓർ നദി. ഓക്കെ, പോക്കർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കറിയായിരിക്കും. പോക്കർ എന്ന് വെച്ചാൽ കുളമാണ് കേട്ടോ. കുളം. ബർഗത് എന്ന് പറഞ്ഞാൽ ഈ ആൽമരമാണ് കേട്ടോ, പേരാൽമരമാണ്. ഖേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, വയലാണ്. ഇനി ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടമാണ് കേട്ടോ. അത് പൂന്തോട്ടമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാവിൻ തോപ്പോ പേരത്തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. നാല എന്ന് പറഞ്ഞാൽ ചെറിയ തോടാണ്. നദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, റിവർ, നദി. ഇതൊക്കെ കണ്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. വാപ്പസ് ആനെ പർ ഭി
രാസ്തേ മേ ഉന്ഹേं കई चीज़ें मिलती थी. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വഴിയിൽ ഇതൊക്കെ കണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അനേകം കാര്യങ്ങൾ കണ്ടാണ് അവർ വരുന്നത്. കई चीज़ें മീൻസ് അനേകം വസ്തുക്കൾ, കാര്യങ്ങൾ. അവിടെ അവരെന്തൊക്കെയാണ് കാണുന്നത്? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗർ ഓർ പോക്കർ. നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുമ്പോഴും കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടാണ് അവർ തിരിച്ചും സ്കൂളിൽ നിന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കിയാലോ. ചട്പട്ട് തേജ് തേജ് ചൽത്താ താ, നട്ഖട്ട് ധീരെ ധീരെ. ചട്പട്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? തേജ് തേജ് ചൽത്താ താ. തേജ് തേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ വേഗത്തിൽ. തേജ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്നാണ് അർത്ഥം. നട്കട്ട് ധീരെ ധീരെ. നട്കട്ട് ആണെങ്കിലോ പതുക്കെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ചട്പട്ട് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ ചട്പട്ടിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മ വരണേ. നമ്മൾ മലയാളത്തിൽ സാധാരണ പറയില്ലേ, ചടപടാന്ന് ഉത്തരം പറഞ്ഞേ, ചടപടാന്ന് വേഗം ചെയ്തേ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അത് പെട്ടെന്ന് ചെയ്യുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചട്പട്ട് എന്ന വാക്കിൽ നിന്ന് തന്നെ ചടപടാന്നുള്ള ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം. ചട്പട്ട് വളരെ വേഗത്തിൽ നടക്കുന്ന ആളാണ്. നട്കടാണെങ്കിൽ നേരെ തിരിച്ചു. നട്കട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നോട്ടി എന്നാണ്. അതായത് കുറച്ച് കുസൃതിയായിട്ടുള്ള, വികൃതിയായിട്ടുള്ള, ശല്യക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണ് നട്കട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചട്പട്ട് എങ്ങനെയാണ് നടക്കുന്നത്? തേജ് തേജ്. നട്കട് എങ്ങനെയാണ് നടക്കുന്നത്? ധീരെ ധീരെ, പതിയെ പതിയെ. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. തേജ് തേജിൻ്റെ ഓപ്പോസിറ്റാണ് ധീരെ ധീരെ. നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ. चटपट बरगद तक पहुंच जाता तब नटखट പോക്കർ തക് ഹി പഹുഞ്ചാ ഹോത്താ. ഈ ബർഗദ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, പേരാൽമരം. അപ്പോൾ ചട്പട്ട് നല്ല വേഗത്തിൽ ബർഗദിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നട്കട്ട് എവിടെ വരെ എത്തത്തുള്ളൂ? പോക്കർ വരെ എത്തത്തുള്ളൂ. പോക്കർ എന്ന് പറഞ്ഞാൽ കുളം വരെ. അതായത് പുറകിലാണ് അവൻ നിൽക്കുന്നത്. കാരണം അവൻ എങ്ങനെയാണ് നടക്കുന്നത്? പതിയെ പതിയെ നടക്കുന്നത്. ചട്പട്ട് ബാഗ് തക് പഹുഞ്ച് ജാത്ത തബ് തക് നട്കട്ട് ഖേത്ത് തക്ക് ഹി പഹുഞ്ചാ ഹോത്ത. അതായത് ഇനി ചട്പട്ട് നടന്ന് ബാഗിൻ്റെ അടുത്ത് എത്തുമ്പോൾ, അതായത് തോട്ടത്തിനടുത്ത്, എന്തെങ്കിലും തരത്തിലുള്ള തോട്ടങ്ങളായിരിക്കാം, തോട്ടത്തിനടുത്ത് എത്തുമ്പോഴത്തേക്കും നട്കട് എവിടെ എത്തും? നട്കട് പതുക്കെ പതുക്കെ ഖേത്ത് വരെ എത്തത്തുള്ളൂ. ഖേത്ത് എന്ന് വെച്ചാൽ എന്താ? വയൽ. ചട്പട്ട് നദി തക് പഹുഞ്ചാത്ത തബ് തക് നട്കട്ട് നാലെ തക് ഹി പഹുഞ്ചാ ഹോത്ത. ഇനി ചട്പട്ട് നടന്ന് നദിയുടെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നട്കട് എവിടെ എത്തും? നാലെ വരെ എത്തത്തുള്ളൂ. നാലെ എന്താ? തോട്. മാ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है. പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഹിദായത്ത് മീൻസ് നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ചട്പട്ട് കോ. ആരോടാ പറഞ്ഞേക്കുന്നേ? ചട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ മൂത്ത ആളോട് പറഞ്ഞിട്ടുണ്ട്. ചോട്ടെ ഭായി കാ ധ്യാൻ രഖനാ ഹെ. ഇളയ മോനെ നോക്കിയേക്കണേ, നിൻ്റെ ഇളയ സഹോദരനെ നോക്കണം. നട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖനാ ഹെ. നട്കട്ടിനെ നിൻ്റെ കൂടെ തന്നെ വെക്കണം. എന്താ കാര്യം? സാത്ത് ഹി രഖന എന്ന് വെച്ചാൽ കൂടെ തന്നെ നിർത്തണം എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ കുഴപ്പം? നട്കട്ടിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ എന്താ ചെയ്തു വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നല്ലേ. അതുകൊണ്ട് അമ്മ ചട്പട്ടിനോട് എപ്പോഴും പറയും അവനെ കൂടെ തന്നെ നിർത്തിയേക്കണം, അവനെ നന്നായിട്ട് നോക്കണം എന്നുള്ള ഹിദായത്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അതുകൊണ്ട്, എന്തുകൊണ്ട്? ഇവൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചട്പട്ട് കോ ആകെ നികൽ ജാനെ പർ. ആകെ നികൽ ജാന മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പീച്ചെ മുടുക്കർ ദേക്കനാ പെട്ട. പീച്ചെ മുടന എന്ന് പറഞ്ഞാൽ പിന്നോട്ട് തിരിഞ്ഞ് നോക്കുക എന്നാണ്. അതായത് എപ്പോഴും ഇവനെ പിന്നോട്ട് തിരിഞ്ഞ് നോക്കണം. എന്താ കാര്യം? നട്കട് പതുക്കെ പതുക്കെയാണ് പുറകെ വരുന്നത് അല്ലേ. അപ്പോൾ അവൻ പുറകെ വരുന്നുണ്ടോ എന്ന് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞ് നോക്കണമായിരുന്നു. ഉന്നെ നട്കട് കോ പുകാർക്കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പെട്ട. അവനാണെങ്കിൽ എപ്പോഴും നട്കടിനെ പുകാർക്കർ വിളിച്ച് ജൽദി ചലനെ കെ ലിയെ കഹനാ പെട്ട, വേഗം വാ എന്ന് പറയേണ്ടി വരും. ജൽദി ആവോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാർ ബാർ റുക്കർ നട്കട്ട് കാ ഇന്തസാർ കർണ പെട്ട. ബാർ റുക്കർ വീണ്ടും നിന്നിട്ട്, രുക്കന മീൻസ് നിൽക്കുക എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് നട്കട്ടിന് വേണ്ടി ഇന്തസാർ കർണ പെട്ട. ഇന്തസാർ കർണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിറ്റ് ചെയ്യുക, അവനെ കാത്തു നിൽക്കണമായിരുന്നു. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകഡ് കർ
अपने साथ दौड़ाना भी पड़ता. कभी स्कूल जाने के लिए ദേരി ഹോത്തി ദേഖ്, അതായത് ചിലപ്പോഴൊക്കെ സ്കൂളിൽ ചെല്ലാനായിട്ട് വൈകുമെന്ന് കാണുമ്പോൾ, ദേരി ഹോത്തി എന്ന് പറഞ്ഞാൽ വൈകുക എന്നാണ് കേട്ടോ. വൈകുവാണെന്ന് കാണുമ്പോൾ അവൻ എന്ത് ചെയ്യണം? നട്കട്ട് കാ ഹാത്ത് പകഡ്കർ, നട്കട്ടിൻ്റെ കൈ പിടിച്ചിട്ട് അപ്പനെ സാത്ത് ദൗഡാനാ ഭി പട്ട, തൻ്റെ കൂടെ ഓടിച്ചു കൊണ്ടുപോകേണ്ടി വരാറുണ്ടായിരുന്നു. അതായത് അവൻ തന്നെ ഓടത്തില്ലല്ലോ, അവനെപ്പം പിടിച്ച് വലിച്ച് ഓടിച്ചുകൊണ്ട് പോകേണ്ടി വരാറുണ്ടായിരുന്നു. चटपट परेशान हो जाता और घर लौटकर माम से शिकायत करता. झटपटिനാകെ ടെൻഷനാവുമായിരുന്നു. പരേഷാൻ എന്ന് വെച്ചാൽ ടെൻഷനാണ് കേട്ടോ. ടെൻഷനായിട്ട് അവൻ വീട്ടിൽ വന്നിട്ട്, ഘർ ലൗട്ട്കർ, വീട്ടിൽ തിരിച്ചു വന്നിട്ട്, ലൗട്ട്കർ മീൻസ് തിരിച്ചു വന്നിട്ട്, മാം സെ ശികായത് കർത്ത, അമ്മയോട് പരാതി പറയുമായിരുന്നു. ശികായത്ത് എന്ന് പറയുന്ന എന്താ അർത്ഥം? പരാതി. ശികായത്ത് ചെയ്യുമായിരുന്നു, പരാതി പറയുമായിരുന്നു. എന്താ പരാതി പറഞ്ഞുകൊണ്ടിരുന്നേ? മാ ചോട്ടാ ബഹുത് പരേഷാൻ കർത്താ ഹേ, അമ്മേ ഈ ചെറിയവൻ എന്നെ, ഈ കുഞ്ഞൻ എന്നെ വളരെ ടെൻഷൻ അടിപ്പിക്കുന്നു. പരേഷാൻ കർണമെന്ന് വെച്ചാൽ ശല്യപ്പെടുത്തുക, ടെൻഷൻ അടിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അമ്മയോട് ചെന്നിട്ട് പറയാ, ഈ ഇളയവൻ എന്നെ ശല്യപ്പെടുത്തുന്നു. ചോട്ടാ ഹേന മാ മുസ്കുരാദേത്തി, ചെറുതല്ലേ, കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ അമ്മ ചിരിക്കും. അങ്ങനെയല്ലേ മൂത്തയാൾ പരാതി പറയുമ്പോൾ സാധാരണ അമ്മമാർ പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ടാവും, കുഞ്ഞല്ലേ വിട്ടേക്ക്. അത് കഴിഞ്ഞിട്ടോ, ഓർ ബെഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പട്ടാ ഹേ, അമ്മ അതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടെ പറയൂല്ലേ, ഇത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. ബെഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഖന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നോക്കുക, പരിപാലിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ മൂത്തയാളുടെ ഉത്തരവാദിത്തമാണ് ഇളയാളെ നോക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞ് അമ്മ ഒന്ന് ചിരിക്കുമായിരുന്നു. അത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. ചട്പട്ട് ചുഞ്ചലാത്ത പർ കുച്ച് കഹന പാത്ത. ഇത് കേൾക്കുമ്പോൾ ചട്പട്ടിന് നല്ല ദേഷ്യം വരുമായിരുന്നു. ദേഷ്യം വരിക, ഒരു ടെൻഷനാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും പറയാനുള്ളൊരു വ്യത തോന്നുക കേട്ടോ, ടെൻഷൻ തോന്നുക, അതാണ് ചുഞ്ചലാന എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുച്ച് കഹന പാത്ത, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ? ബഡാഥ, വലിയവനല്ലേ. ചോട്ടേക്കാ ധ്യാൻ തോ ഉസെ രഖനാ ഹീ താ, ഇളയവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അവനാണ്, അവൻ വലിയവനാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യമൊക്കെ വന്നാലും അവനത് സഹിച്ചു നിൽക്കുമായിരുന്നു. ലേക്കിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹേ, പക്ഷേ അവന് തോന്നുമായിരുന്നു നട്കട് കുച്ച് ജ്യാദാഹി, കുറച്ച് കൂടുതൽ നോട്ടിയാണ്. ഇവിടെ നട്കട്ട്, രണ്ടാമത്തെ ഇവിടുത്തെ നട്കട്ടിൻ്റെ അർത്ഥം എന്താ വരുന്നത്? നോട്ടി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നട്കട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നോട്ടി എന്നാണ്. അപ്പോൾ അവൻ്റെ പേര് പോലെ തന്നെ അവൻ നല്ല നോട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ നോട്ടിനെസ് അല്ലെങ്കിൽ ഇവൻ്റെ കുസൃതി കുറച്ച് കൂടുതലല്ലേ എന്ന് ആർക്ക് തോന്നുമായിരുന്നു? ചട്പട്ടിന് തോന്നുമായിരുന്നു. രാസ്ത ചലത്തെ രുക്കർ പോക്കർ के पानी के अंदर की मछलियाँ और पानी के ऊपर की बेदखें देखने लगता है. അവൻ എന്തൊക്കെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? രാസ്ത ചലത്തെ രുക്കുകൾ, വഴിയിലൂടെ പോകുന്ന നേരത്തെ അവിടെ നിന്നിട്ട്, പോക്കർക്കെ പാനിക്ക് അന്തർ, പോക്കർ എന്താണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞേ? കുളം അല്ലേ. കുളത്തിലെ വെള്ളത്തിൽ കൂടിയുള്ള മച്ഛലിയാം, മീനുകളെയൊക്കെ നോക്കും. और पानी के ऊपर की बदखें, വെള്ളത്തിൻ്റെ മുകളിലൂടെ, വെള്ളത്തിൻ്റെ പ്രതലത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്ന ബദഖേം എന്ന് വെച്ചാൽ എന്താ? താറാവുകളെയൊക്കെ നോക്കി നിൽക്കുക. ഇതൊക്കെയാണ് അവൻ്റെ കുസൃതികൾ കേട്ടോ. ബർഗദ് കി ഊപ്പർ സേ നീച്ചെ ആത്തി ജഡേം പകഡ്കർ ജൂൽനെ ലഗ്താ ഹേ. ബർഗദ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പേരാൽ വൃക്ഷമാണെന്ന്. ഈ പേരാൽ വൃക്ഷത്തിൽ നിന്ന് മുകളിലേയും താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളിൽ, നല്ല കട്ടിയുള്ള വള്ളികൾ, വേരാണ് അതിൻ്റെ അല്ലേ. അപ്പോൾ അതിൽ തൂങ്ങിക്കിടന്നിട്ട്, ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേം പകഡ്കർ, പകഡ്ന മീൻസ് പിടിച്ചിട്ട്, झूलने लगता है, തൂങ്ങിയാടുമായിരുന്നു. खेत में घुसकर खाने की कोई चीज़ खोजने लगता है. ഇനി വയലിനകത്തോട്ട് കയറിയിട്ട് അതിനകത്തുനിന്ന് തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. തിന്നാനുള്ള കുഞ്ഞു എന്തെങ്കിലും പഴങ്ങളോ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ പൂച്ചപ്പഴം അതുപോലെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും ഒരു പക്ഷേ. ഇതൊക്കെ ഉണ്ടോ എന്ന് തപ്പി നടക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നട്കട്ടിൻ്റെ പരിപാടി. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടനെ ലഗ്താ ഹേ. ഇനി തോട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെയുള്ള മാങ്ങയും പേരക്കയും ഒക്കെ
പറിച്ചെടുക്കുക. नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है. അതായത് നാലേ ഞാൻ പറഞ്ഞില്ലേ തോടിൻ്റെ ഉദർ സെ ഇധർ ഓർ ഇധർ സെ ഉദർ, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഛലാങ്ക് ലഗാക്കർ മീൻസ് കുതിച്ച് ചാടുക. കുതിച്ച് ചാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക വെള്ളത്തിനകത്തൂടെ. ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുക. ഇനി അവൻ എന്താ ചെയ്തേ? നദി കെ പുൽ കോ ജൽദി സെ പാർ കർ के बजाय उसकी मुंडेर से टिक कर नीचे बहती नदी को निहारने लगता है. നദിക്ക് പുൽ എന്ന് പറഞ്ഞാൽ, പുൽ എന്ന് വെച്ചാൽ പാലമാണ് കേട്ടോ. നദിയുടെ ക്രോസ് ചെയ്തിട്ടുള്ള പാലമില്ലേ, ഈ പാലം ജൽദി സേ പാർ കർണ. ജൽദി സേ പാർ കർണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടെന്ന് മുറിച്ച് കിടക്കുക, ക്രോസ് ചെയ്ത് വരിക. പെട്ടെന്ന് ആ പാലത്തെ കൂടെ കയറി ഇപ്പുറം വരുന്നതിന് പകരം ഉസ്കി മുണ്ടേർ സെ ടിക്കർ കർ. മുണ്ടേർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൈവരിയാണ്. ഈ പാലത്തിൻ്റെ സൈഡിലുള്ള കൈവരികളില്ലേ, അതിൻ്റെ കൈവരിയിൽ വെയിറ്റ് ചെയ്ത്. ടിക്കർ എന്ന് പറഞ്ഞാൽ താമസത്തങ്ങി നിന്ന് നീച്ചെ ബഹത്തി നദിക്കോ നിഹാറിനെ ലഗ്താ ഹെ, അതിലിങ്ങനെ പിടിച്ച് താഴേക്കൂടെ ഒഴുകുന്ന നദിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നട്കഡ് ചെയ്യുന്ന പരിപാടികൾ. അങ്ങനെ ഇവർ രണ്ടുപേരും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. എക് ദിൻ തോ നട്കഡ് നെ ഹദ് ഹി കർ ദി. ഒരു ദിവസം പക്ഷേ നട്കഡ് എന്ത് ചെയ്തു? പരിധിയൊക്കെ ലംഘിച്ചു. അതായത് ഇത്തരം കുസൃതികളൊക്കെ അവൻ ചെയ്യാറുണ്ടെങ്കിലും അതൊക്കെ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത്തവണ അവൻ കുറച്ച് കൂടുതലുള്ളൊരു വികൃതി കാണിച്ചു. അതെന്താണ്? ദോനോ ഭായ് സ്കൂൾ സേ ലൗട്ട് രഹേ തെ. രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. നദിക പുൽ ആയ. ഈ പാലത്തിൻ്റെ മുകളിലെത്തി. അവരെന്നും വരാറുള്ള പാലത്തിൻ്റെ മുകളിലെത്തി. तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. അപ്പം പാലത്തെ കയറി പാലം ക്രോസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നട്കഡ് എന്താ ചെയ്തേ? താഴത്തോട്ട് പോയി. നീച്ചെ ഉദർഗയ എന്ന് വെച്ചാൽ താഴത്തോട്ട് ഇറങ്ങിപ്പോയി. ഓർ നദിക്ക് കിനാരെ ജാ പഹുഞ്ച. നദിയുടെ തീരത്ത്. കിനാരെ എന്ന് വെച്ചാൽ എന്താണ്? തീരത്ത്. നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ബസ്തെ മേ പഹലെ സെ ബനാക്കർ രഖി हुई कागज़ की 2 नावें निकाली और एक करके बहते पानी में छोड़ दी. ബസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചിയാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സഞ്ചിയാണ്. ഇന്നത്തെ പോലത്തെ സ്കൂൾ ബാഗൊന്നും അന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ആ സ്കൂൾ സഞ്ചിയിൽ വെച്ചിരുന്ന പഹലേസേ ബനാക്കർ രഖി, ആദ്യമേ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി 2 നാവേ. കാഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പേപ്പറല്ലേ. പേപ്പറിൻ്റെ വള്ളങ്ങൾ, അതായത് എന്താ പറയുന്നത്, കടലാസ് തോണി എന്നൊക്കെ പറയില്ലേ, കടലാസ് തോണികൾ നിഗാലി അവൻ പുറത്തെടുത്തു. ഓർ ഏക്കേക്ക് കറക്കെ ഓരോന്നോരോന്നായിട്ട് ബഹത്തെ പാനിമേൻ ചോടുതി, ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? കടലാസ് തോണി ഉണ്ടാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ടോ? നല്ല രസമാണല്ലേ അങ്ങനെ കാണാൻ. അപ്പോൾ നമ്മുടെ നട്കഡും ഓൾറെഡി കുറച്ച് ബാഗിൽ ഇങ്ങനത്തെ കടലാസ് തോണി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വെള്ളത്തിലേക്ക് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. नावें बहुत चली तो नटखट खुश होकर ताली बजाने लगा. ഈ വള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ, ഈ കടലാസ് തോണികൾ ഇങ്ങനെ മുന്നോട്ട് ഒഴുകുന്നത് കണ്ടപ്പോഴത്തേക്കും നട്കഡ് ഖുഷ് ഹോക്കർ, ഭയങ്കര ഹാപ്പി ആയിട്ട് താലി ബജാനെ ലഗ. താലി ബജാന എന്ന് പറഞ്ഞാൽ കൈ കൊട്ടുക എന്നാണ് കേട്ടോ. സന്തോഷം കൊണ്ടവൻ കൈ കൊട്ടിക്കൊണ്ട് തുള്ളിച്ചാടി. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കിയാലോ. उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. झटपट घबरा गया कि नटखट कहाँ गया. ഉദർ പുൽപ്പർ പഹുഞ്ച. അപ്പം എന്തായാലും ചട്പട് മുന്നേ നടന്നു പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചട്പട് മുന്നേ നടന്നു പോയിട്ട് പാലത്തിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പം എന്താ സംഭവിച്ചേ? നട്കഡ് നഹീ ദിക്ക, നട്കഡിനെ കാണാനില്ല. ചട്പട്ട് ഘബരാഗയ മീൻസ് പേടിച്ചു പോയി. कि नटखट कहाँ गया, നട്കഡ് ഇതെവിടെ പോയി എന്നോർത്തുകൊണ്ട് ചട്പട് ആകെ പേടിച്ചു പോയി. കാരണം അമ്മ ഓൾറെഡി ഇവന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവനെ കൂടെ തന്നെ നിർത്തിക്കണമെന്നല്ലേ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അപ്പോൾ അവനാകെ പേടിച്ചു പോയി. പിന്നെ എന്ത് സംഭവിച്ചു? താലി ബജനെ കി ആവാസ് സുൻകർ നീച്ചെ ദേക്ക.
അപ്പോൾ കൈ കൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവനവിടെ ഈ വെള്ളം ഒഴുകി പോകുന്ന കണ്ടിട്ട്. അപ്പോൾ ഈ കൈ കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് ആവാസ് സുൻകർ, ശബ്ദം കേട്ടിട്ട് നീച്ചേ ദേക്ക, പാലത്തിൻ്റെ താഴത്തോട്ട് നോക്കി. തോ നട്കട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിക്ക. അപ്പോൾ അവൻ എവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നദിയുടെ തീരത്ത് താഴെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഖടാ ദിക്ക എന്ന് വെച്ചാൽ നിൽക്കുന്നത് കണ്ടു. ഛട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സായ. ഛട്പട്ടിന് അത് കണ്ടപ്പം ഭയങ്കര ദേഷ്യം വന്നു. ഗുസ്സായ മീൻസ് ദേഷ്യം വന്നു. ജോർ സേ ചില്ലാക്കർ ബോല, ഉറക്കെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. നിലവിളിച്ചുകൊണ്ട് നല്ല ശബ്ദത്തിൽ ലൗഡ് വോയിസിൽ സംസാരിച്ചു, വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞേ? അരേ ചോട്ടാ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. എടാ കുഞ്ഞാ, അരേ ചോട്ടാ, ഇളയവനെയാണ് കേട്ടോ. തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, നീ അവിടെ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നട്കട്ടിനെ ചോങ്കർ ഊപ്പർ ദേക്ക. നട്കട്ട് ഞെട്ടിക്കൊണ്ട് മുകളിലോട്ട് നോക്കി. കാരണം ഇവൻ നല്ല ഉറക്കെയാണ് വിളിച്ചു ചോദിച്ചത്, നീ അവിടെ എന്തെടുക്കുകയാടാന്ന്. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഞെട്ടി. ചൗങ്കർ മീൻസ് ഞെട്ടിവിട്ട് ഊപ്പർ ദേക്ക, മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രഖ അപ്പനാ ബസ്ത ഉഡാനെ കേലിയെ ചുക. നദിയുടെ തീരത്ത് വെച്ചിരുന്ന, കിനാരെ എന്ന് പറഞ്ഞാൽ തീരം, തീരത്ത് വെച്ചിരുന്ന അപ്പനാ ബസ്ത, തൻ്റെ സഞ്ചി, ഉഡാനെ കേലിയെ ചുക, എടുക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു. ചുക എന്ന് വെച്ചാൽ കുനിഞ്ഞു. അചാനക് ഉസ്കാ പാവ് ഫിസ്ല ഓർ വോ പാനി മേ ഗിർ പടാ. പെട്ടെന്ന് തന്നെ അവൻ്റെ കാല് തെന്നി. ഫിസ്ല മീൻസ് തെന്നി. ഓർ വഹ് പാനി മേ ഗിർ പടാ, അവൻ വെള്ളത്തിലേക്ക് വീണു. പാനി കാ ബഹാവ് തേജ് താ ഓർ നട്കട്ട് കോ തൈർന നഹി ആതാ താ. നദിയുടെ ഒഴുക്ക്, ബഹാവ് എന്ന് വെച്ചാൽ എന്താണ്? ഒഴുക്ക്. നദിയുടെ ഒഴുക്ക് നല്ല സ്പീഡിലായിരുന്നു, അതായത് നല്ല വെള്ളത്തിന് നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു. ഓർ നട്കട്ട് കോ തൈർന നഹി ആതാ താ. പക്ഷേ നട്കട്ടിനാണെങ്കിലോ നീന്താനും അറിയില്ല. തൈർന മീൻസ് നീന്തുക, തൈർന നഹി ആതാ, നീന്താൻ അറിയില്ലായിരുന്നു. ചോട്ടാ സാഹി തോ താ. ചെറുതും അല്ലേ, അതായത് കൊച്ചു കുട്ടിയല്ലേ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. അതുകൊണ്ട് എന്തു പറ്റി? ബഹുഗയ, ഒഴുകിപ്പോയി. നീന്താനും അറിയില്ല, നദിയിൽ നല്ല ഒഴുക്കുമുണ്ട്, അതോടൊപ്പം അവൻ കുഞ്ഞു കുട്ടിയുമാണ്. ഇതെല്ലാം കാരണം അവൻ എന്തു പറ്റി? അവനങ്ങ് ഒഴുകിപ്പോയി. ഡൂബ്തേ ഉദാർത്തേ ദൂർ ജാനെ ലഗ. ഡൂബന എന്ന് വെച്ചാൽ മുങ്ങുക, ഉദാഹരണം എന്ന് വെച്ചാൽ പൊങ്ങുക. മുങ്ങിയും പൊങ്ങിയും വെള്ളത്തിലോട്ട് വീഴുമ്പോൾ അങ്ങനെയല്ലേ, കുറച്ച് മുങ്ങും പിന്നെ പൊങ്ങും, പിന്നെ മുങ്ങും പിന്നെ പൊങ്ങും, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ ഡൂബ്തേ ഉദാർത്തേ ദൂർ ജാനെ ലഗ, അങ്ങനെ മുങ്ങിയും പൊങ്ങിയും അവൻ കുറച്ച് ദൂരേക്ക് ഒഴുകി പോകാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിച്ചു? ചട്പട്ട് കോ തൈർന ആതാത്ത. പക്ഷേ നമ്മുടെ ചട്പട്ടിന് നീന്തലൊക്കെ അറിയാമായിരുന്നു. ഉസ്നെ झट अपना बस्ता पीठ से उतार कर पुल की मुंडेर पर रखा और नदी में कूद पड़ा. അവൻ പെട്ടെന്ന് തന്നെ, ഝഡ് മീൻസ് പെട്ടെന്ന് തന്നെ, അപ്പന ബസ്ത പീഠ് സെ ഉദാർക്കർ, തൻ്റെ സഞ്ചി പുറത്തുനിന്ന് ഊരി, പുൽക്കി മുണ്ടേർ പർ രഖ, പുല്ലിൻ്റെ അതായത് പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. മുണ്ടേർ കൈവരിയാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓർ നദീമേ കൂദ് പടാ, നദിയിലേക്ക് എടുത്തു ചാടി. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ച് നേരം നീന്തിയതിന് ശേഷമാണ്, കാരണം ഓൾറെഡി അവൻ വെള്ളത്തിൽ വീണ് കുറച്ചങ്ങ് ഒഴുകിപ്പോയിരുന്നല്ലോ. അതുകൊണ്ട് ദോടി ദൂർ തൈർനയ്ക്ക് ബാദ്ഹി, കുറച്ച് നേരം നീന്തിയതിന് ശേഷമാണ്, തൈർന മീൻസ് നീന്തുക. ഉസ്നെ നട്കട്ട് കോ പകടിലിയ, അവന് നട്കട്ടിനെ പിടിക്കാൻ പറ്റിയത്, അവൻ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ആയ എന്ന് വെച്ചാൽ നദീതീരത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. ചട്പട്ട് കോ ഇത്തനാ ഗുസ്സ ആ രഹാ താ കി നട്കട്ട് കോ 2 ഝാപ്പട്ട് ലഗായെ. ചട്പട്ടിനാണ് ഇത്രയ്ക്ക് ദേഷ്യം വന്നു. ഗുസ്സ മീൻസ് ദേഷ്യമാണ്. അവൻ എന്ത് ചെയ്യാനാണ് തോന്നിയത്? നട്കട്ട് കോ 2 ഝാപ്പട്ട് ലഗായെ, അവൻ്റെ 2 എണ്ണം അങ്ങോട്ട് പൊട്ടിക്കാനാണ് അവന് തോന്നിയത്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ വെള്ളത്തിൽ വീണ് ഈ മുങ്ങി പൊങ്ങി അങ്ങ് ഒഴുകിയപ്പോഴത്തേക്കും നട്കട്ട് ഇത്തന ഡരാ, അവൻ ഒത്തിരി അങ്ങ് പേടിച്ചു പോയിരുന്നു. ഓർ ഘബരായ ഹുവാത്ത, ആകെ അങ്ങ് പേടിച്ച് അരണ്ടു പോയിരുന്നു. കി ഉസേ ചോട്ടെ ഭായ് പർ പ്യാർ ആ ഗയ, ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്ന തൻ്റെ അനിയൻകുട്ടനെ കണ്ടപ്പോഴത്തേക്കും
ചേട്ടൻ അങ്ങോട്ട് ഒരു അല്പം സ്നേഹം തോന്നി, അല്പമല്ല സ്നേഹം തോന്നി, പ്യാറാകയ. അവനോട് ഈ ദേഷ്യം വന്നിട്ടെണ്ണം പൊട്ടിക്കാൻ തോന്നിയെങ്കിലും അവൻ്റെ മുഖഭാവവും നിൽപ്പും പേടിയെല്ലാം കണ്ടപ്പോഴത്തേക്ക് അവനോട് സ്നേഹം തോന്നി. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അവൻ നട്കടിൻ്റെ കൈ പിടിച്ച്, ഹാത്ത് പകടെ പകടെ കൈ പിടിച്ച് പിടിച്ച്, ഉസ്കാ ബസ്ത ഉടായ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ സഞ്ചി എടുത്തു. ഓർ പുൽ തക് പहुंचाने वाली, പാലത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണല്ലോ നദീതീരത്ത് പോയത്, അപ്പോൾ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി വരാനുള്ള ആ കയറ്റം അവർ കയറാൻ തുടങ്ങി. പിന്നെ എന്തു പറ്റി? പുൽ पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. പാലത്തിൻ്റെ മുകളിലെത്തിയതും നട്കട് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ, അചാനക് മീൻസ് സഡൻലി, പെട്ടെന്ന്, ഗലാ ഫാഡ്കർ രോനെ ലഗ, തൊണ്ട കീറി കരയാൻ തുടങ്ങി, അലറി വിളിച്ച് അവൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ചട്പട്ട് ने कहा अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो. നീയാണെങ്കിൽ ഇപ്പോൾ ഒഴുകിപ്പെടാതെ രക്ഷപ്പെട്ടു വന്നിരിക്കുകയല്ലേ. ബഹുജാനേസെ ബജ് ഗേ ഹോ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി പോകാതെ രക്ഷപ്പെട്ടല്ലോ. ഫിർ ക്യോം രോ രഹേ ഹോ, പിന്നെ എന്തിനാ നീ കിടന്ന് കരയുന്നത്? നട്കടിനെ റോത്തെ റോത്തെ കഹ, നട്കട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തും ഘർ ജാക്കർ മാംസെ മേരി ശികായത് കരോഗെ, നീ വീട്ടിൽ ചെന്നിട്ട് എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമോ? അപ്പോൾ അവന് നല്ല പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇവൻ ഈ നടന്ന കാര്യമൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നല്ലത് കിട്ടും. അപ്പോഴത്തേക്ക് അത് പേടിച്ചിട്ടാണ് ഇവൻ ഇവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു വിളിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താ ചോദിച്ചത്? തും ഘർ ജാക്കർ, നീ വീട്ടിൽ ചെന്നിട്ട് മാസേ അമ്മയോട് മേരി ശികായത് കരോഗെ, എന്നെക്കുറിച്ചുള്ള പരാതി പറയുമോ, അല്ലെങ്കിൽ പരാതി പറയില്ലേ? ഇപ്പോൾ ചട്പട്ട് ചോദിക്കുകയാണ്, അഗർ ന കരൂത്തോ, ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലോ, തോ ജോ കഹോ, അതായത് ഇപ്പം ഞാനത് പറയാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ, അപ്പം നിനക്ക് എന്താ കുഴപ്പം, നീ എന്ത് പറയും, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നട്കട് കാ റോന ബന്ദ് ഹോ ഗയ, നട്കടിൻ്റെ കരച്ചിൽ അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു, കരച്ചിൽ നിന്നു. മുझे कागज़ की नाव बनाना नहीं आता तुम सिखा दोगे. അപ്പോൾ ഇവിടെ നമ്മുടെ ചട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് കാഗസ് കി നാവ് ബനാന നഹി ആത്ത, ഈ കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാ ദോഗെ, നീ എന്നെ പഠിപ്പിക്കാവോ? ഹാ ഉസ്മേ ക്യാ ഹേ, അതിനിപ്പോൾ എന്താ? നട്കട് ഖുഷ് ഹോക്കർ ബോല, നട്കട് വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു. ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ. പർ മുझे തർന നഹി ആത്ത, അപ്പോൾ തിരിച്ചു പറയുകയാണ്, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. തും സിഖാ ദോഗെ, നീ എന്നെ പഠിപ്പിക്കാവോ? ഹാ ഉസ്മേ ക്യാ ഹേ, അതിനിപ്പോൾ എന്താ? അപ്പോൾ ഒരാൾ ചോദിച്ചു എനിക്ക്, അതായത് ചട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് കടലാസ് തുണി ഉണ്ടാക്കാൻ അറിയില്ല, പഠിപ്പിക്കാവോ എന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് നട്കട് ചോദിക്കുകയാണ്, എനിക്ക് നീന്താൻ അറിയില്ല, എന്നെ പഠിപ്പിക്കാമോ? അപ്പോൾ രണ്ടുപേരും അതിനിപ്പോൾ എന്താ, പഠിപ്പിക്കാമല്ലോ എന്ന് പറയുകയാണ്. ചട്പട്ട് ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. ഇവിടെ ഇപ്പോൾ ചട്പട്ട് എന്ത് ചെയ്യുക? ചട്പട്ട് മുസ്കുരാത്തെ ഹേ, ചിരിച്ചുകൊണ്ട്, നട്കട് കെ ശബ്ദോം കി നക്കൽ കി, നട്കട് പറഞ്ഞതിനെ ഇങ്ങനെ അനുകരിച്ചു. നക്കൽ കർന്നാന്ന് വെച്ചാൽ അനുകരിക്കുക എന്നാണ്. അതായത് ഇവൻ പറഞ്ഞില്ലേ ഹൗസ് മേ ക്യാ ഹേ എന്ന് ചോദിച്ചത്, ഹൗസ് മേ ക്യാ ഹേ എന്ന് റിപ്പീറ്റഡ്ലി പറയുകയാണ് കേട്ടോ. അവൻ്റെ വാക്കുകളെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ദോനോ ഭായ് ഹസ് പടേ, രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ലേക്കിൻ ചട്പട്ട് ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया. ലേക്കിൻ ചട്പട്ട് ने नटखट का बस्ता उसे पकड़ाकर, അതായത് അവനെ അവൻ്റെ സഞ്ചി പിടിപ്പിച്ചുകൊണ്ട്, അതായത് ഇത്രയും നേരം ഇവനെ കൈ പിടിച്ച് അവൻ്റെ സഞ്ചിയും കയ്യിലെടുത്തൊക്കെയാണ് അവർ പാലത്തിൻ്റെ മുകളിലേക്ക് വന്നതല്ലോ. അപ്പോൾ ഈ ഇത്തവണ അവൻ്റെ സഞ്ചി അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പുൽക്കി മുണ്ടേർ പർ ഉസ് അപ്പന ബസ്ത ഉടായ, സ്വന്തം സഞ്ചി ഓൾറെഡി ഈ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ടാണല്ലോ അവൻ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്. അപ്പോൾ ആ സഞ്ചി അവനെടുത്തു, അതായത് നട്കടിൻ്റെ സഞ്ചി അവന് കൊടുത്തിട്ട് സ്വന്തം സഞ്ചി പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് അവൻ എടുത്തു. എന്നിട്ട് ഏകദം ചിന്തിത് ഹോക്കർ ബോല, പെട്ടെന്ന് എന്തോ ഒരു ചിന്ത വന്നിട്ട് ചിന്തിച്ചുകൊണ്ട് അവൻ എന്താ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞത്? അരേ ചോട്ടെ हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे. हम दोनों के कपड़े, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം
भीग गए हैं നനഞ്ഞിരിക്കുകയാണ് ഭീഗയ മീൻസ് നനഞ്ഞിരിക്കുകയാണ് ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാം പൂച്ചേഗി ഹാ നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രങ്ങൾ കണ്ട് അമ്മ ചോദിച്ചാലോ തോ ക്യാ കഹേങ്കെ അപ്പോൾ എന്ത് പറയും ഹാ ബെഡേ അബ് ആ നേരാണല്ലോ ചേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നട്ട്കട്ട് ने एक पल सोचा और बोला നട്ട്പട്ട് ഒരു നിമിഷം ചിന്തിച്ചു ഏക്ക് പൽ മീൻസ് ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു സോച്ച ഓർ ബോല എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ ആവോ ദൗഡ് ലഗാതെ ഹേ അവ്വാ നമുക്ക് ഓടാം കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായെങ്കെ വസ്ത്രം അങ്ങനെ തന്നെ അങ്ങ് ഉണങ്ങിക്കോളും അതായത് ഇങ്ങനെ സ്പീഡിൽ ഓടുമ്പം കാറ്റടിക്കും അങ്ങനെ കാറ്റടിച്ച് കഴിയുമ്പം ഷർട്ടൊക്കെ ഉണങ്ങുമല്ലോ അതാണ് അവൻ ഉദ്ദേശിച്ചത് ഹാ ടീക് ഹേ അത് ശരിയാണ് ചട്ട്പട്ടിനെ അപ്പന ബസ്ത പീഠ് പർ ടാങ്കത്തെ ഹുയെ കഹ അവൻ്റെ സഞ്ചി എടുത്ത് പുറത്തോട്ട് ഇപ്പം അത് കൈവരിയിലിരിക്കുകയായിരുന്നല്ലോ സഞ്ചി അതെടുത്ത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു നമുക്കങ്ങനെ ചെയ്യാം അത് ശരിയാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു നട്ട്കട്ടിനെ भी अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला 1 2 3 അതായത് നട്ട്കടും അവൻ്റെ കയ്യിലിരുന്ന സഞ്ചി എടുത്ത് പുറകിലേക്ക് ഇട്ടു പീഠ് പർ ടാങ് ലിയ എന്ന് വെച്ചാൽ പുറത്തിട്ടു അതിനുശേഷം ചട്ട്പട്ട് के बराबर खड़े होकर അതായത് ചട്ട്പട്ടിനോട് ചേർന്ന് ഒപ്പം നിന്നുകൊണ്ട് ആകെ പീച്ചെ മുന്നിലും പുറകിലുമായിട്ടല്ല നിന്നത് മറിച്ച് ഒപ്പം നിന്നിട്ട് ദൗഡ് ശുരു കർണേക്ക് അന്താസ് ഓട്ടോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളും പറയാറില്ലേ റെഡി 1 2 3 അല്ലെങ്കിൽ 1 2 3 സ്റ്റാർട്ട് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇവരും പറഞ്ഞു 1 2 3 ദോനോം ദൗഡ് പടേ 3 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഓടാൻ തുടങ്ങി ആകെ പീछे नहीं एक दूसरे का हाथ पकड़े साथ साथ സാധാരണ ആകെ പീച്ചയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് അല്ലേ മുന്നിലും പുറകിലുമായിട്ട് ചട്ട്പട്ട് എപ്പോഴും മുന്നിലും നട്ട്കട്ട് പുറകിലുമായിരുന്നു പക്ഷേ ഇത്തവണ എന്ത് ചെയ്തു ആകെ പീച്ചെ നഹി മുന്നിലും പുറകിലുമായിട്ടല്ല മറിച്ച് ഏക്ക് ദൂസരേക്ക ഹാത്ത് പകടെ ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരുമിച്ചാണ് ഇവർ ഓടുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് സർദിയാം അഭി ശുരു നഹി ഹുയി ഥി മൗസം സാഫ് ഥ സർദിയാം മീൻസ് തണുപ്പ് കാലമാണ് കേട്ടോ തണുപ്പ് കാലം അങ്ങ് തുടങ്ങിയിട്ടില്ലായിരുന്നു ശുരു മീൻസ് തുടങ്ങുക ശുരു നഹി ഹുയിത്തി എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ലായിരുന്നു മൗസം സാഫ് ത മൗസം മീൻസ് എന്താണ് വാതാവരൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്താ പറയുക വെതറാണ് കറക്റ്റ് കേട്ടോ വെതർ നല്ല സാഫ് ആയിരുന്നു സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരുന്നു സ്കൈ ഒക്കെ നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു ചട്കീലി ധൂപ്പ് നിക്കലി ഹുയിത്തി ചട്കീലി മീൻസ് ചമക്കീലി അതായത് നല്ല വെയിൽ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ധൂപ മീൻസ് വെയിൽ ദോനോ ഭായ് മജേമേ ദൗഡ്തേ ചലേഗുയി രണ്ട് സഹോദരങ്ങളും മജേമേ വളരെ ഹാപ്പി ആയിട്ട് ഓടി പോയിക്കൊണ്ടിരുന്നു നാല പാർക്കിയ തോട് മുറിച്ച് കടന്നു ബാഗ് പാർക്കിയ തോട്ടവും കടന്നുപോയി ഖേത്ത് പാർക്കിയ ഖേത്തും കഴിഞ്ഞു ബർഗദ് കോഫി പീച്ചെ ചോടിയ മറ്റേ പേരാൽ വൃക്ഷവും പുറകിലാക്കി എന്ന് വെച്ചാൽ അവിടെ ഒക്കെ കടന്ന് ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ലേക്കിൻ പോക്കർ തക് പഹുഞ്ചത്തെ ദോനോം തകയെ ഓർ രുഗയെ എന്നാൽ വന്ന് കുളത്തിനടുത്തെത്തിയപ്പോൾ പോക്കർ കുളം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തല്ലേ അവിടെ എത്തിയപ്പോഴത്തേക്കും ദോനോം രണ്ടുപേരും ധഗയെ മടുത്തുപോയി ഓർ രുഗയെ അവിടെ നിന്നു കപ്പടെ സുഖയെ ചോട്ടെ നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ കുഞ്ഞ എന്ന് ചേട്ടൻ പറയുകയാണ് ചട്ട്പട്ടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ കുഷ് ഹോത്തെ ഹുയെ കഹ കുറച്ച് കിതച്ചുകൊണ്ട് ഹാഫ്തെ ഹുയെ എന്ന് വെച്ചാൽ കിതച്ചുകൊണ്ട് എന്നാൽ ഹാപ്പി ആയിട്ട് കാരണം വസ്ത്രം ഉണങ്ങിയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അമ്മ കൈയോടെ പിടിക്കുമല്ലോ ആ ഒരു ടെൻഷനുണ്ടല്ലോ അപ്പോൾ വസ്ത്രങ്ങളെല്ലാം ഉണങ്ങിയല്ലോ എന്നിങ്ങനെ കിതച്ചുകൊണ്ട് എന്നാൽ സന്തോഷത്തോടു കൂടി ചട്ട്പട്ട് പറയുകയാണ് ഹാ ബഡേ വാക്കി കപ്പടെ തോ സുഖേ ശരിയാ ചേട്ടാ വാസ്തവത്തിൽ വാക്കി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നു നട്ട്കട്ടിനെ ബി കുഷ് ഹോക്കർ കഹ നട്ട്കടും ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങനെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ടോ തബി നട്ട്കട്ട് കോ
പോക്കർ കിനാരെ ഒരു ചിക്കനി ഗിട്ടി ദിഖായി പടി. അപ്പോൾ നട്കഡ് നോക്കിയപ്പോൾ പോക്കറിൻ്റെ തീരത്ത്, അതായത് ഈ കുളത്തിൻ്റെ തീരത്ത് ഒരു ചിക്കനി ഗിട്ടി ദിഖായി പടി, നല്ല മിനുസമുള്ളൊരു ഗിട്ടി എന്ന് പറഞ്ഞാൽ പത്രക്ക ടുക്കട എന്നൊക്കെയാണ്, അതായത് ചെറിയ സ്റ്റോൺ പീസാണ് കേട്ടോ, ഒരു കല്ല് അവന് കിട്ടി, അവൻ കണ്ടു. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. നട്കഡ് ആ കല്ലെടുത്തു, ഉസെ ഉഠാലിയ ഓർ തിർച്ചേ ഹോക്കർ എന്ന് പറഞ്ഞാൽ അല്പം ചെരിഞ്ഞ് നിന്നിട്ട്, ഇങ്ങനെ ആയം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എറിയുന്നൊക്കെ സമയത്ത് ഒന്നിങ്ങനെ ബെൻഡാവാറില്ല, ഒന്ന് ചെരിഞ്ഞ് നിൽക്കാറില്ലേ, അങ്ങനെ തിർച്ചേ ഹോക്കർ उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അതായത് അവനങ്ങനെ ചെരിഞ്ഞു നിന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. അങ്ങനെ എറിഞ്ഞപ്പോഴോ ഗിട്ടി പാനിക്ക് സതഹ് പർ, അതായത് ആ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ ഉച്ചലത്തി ഇങ്ങനെ തെന്നി നിരങ്ങി അങ്ങനെ ദൂരേക്ക് പോയി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ ആ സിറ്റുവേഷൻ? देखा देखी ചട്പട് ने भी एक गिट्टी उड़ाकर फेंक दी. അത് കണ്ടപ്പോഴത്തേക്കും ചട്പടും വേഗം തന്നെ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഒറ്റയേറി വെച്ചു കൊടുത്തു. ലേക്കിൻ ഉസ്കി ഗിട്ടി എക്ദം പാനി മേ ഗുഡുപ് ഹോ ഗയി. എന്നാൽ അവൻ്റെ കയ്യിലുള്ള ആ കല്ല്, അതായത് സ്റ്റോൺ പീസ്, എക്ദം പാനി മേ ഗുഡുപ് ഹോ ഗയി എന്ന് വെച്ചാൽ വെള്ളത്തിനുള്ളിലേക്ക് അങ്ങ് അപ്രത്യക്ഷമായി പോയി, ബ്ലുന്ന് പോയി വെള്ളത്തിലോട്ട് വീണിട്ട് അങ്ങ് താഴേക്ക് പോയി. അതായത് ഇങ്ങനെ തെന്നി, നമ്മുടെ നട്കഡ് എറിഞ്ഞപ്പോൾ തെന്നി 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 ദൂരേക്ക് പോയതുപോലെയല്ല, മറിച്ച് ഒറ്റയടിക്ക് വെള്ളത്തിനുള്ളിലേക്ക് അങ്ങ് പോയി. ബെഡേ തുമക്കു ഗിട്ടി പൈരാന നെഹിയാത്ത. അപ്പോൾ ഇവൻ നട്കഡ് ചോദിക്കുകയാണ്, ആ ചേട്ടാ നിനക്ക് ഇങ്ങനെ കല്ല് തെന്നിച്ചെറിയാൻ അറിയില്ലേ? ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. ആ എനിക്കറിയില്ല കുഞ്ഞാ, എന്നെ നീ പഠിപ്പിക്കാവോ എന്ന് നമ്മുടെ ചട്പട്ട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച് തരാമെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞേ നട്കഡ് തിരിച്ചെന്താ പറഞ്ഞേ? ക്യോं नहीं अभी लो. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और चटपट को दिखाते हुए बोला. ആ എന്തുകൊണ്ടില്ല, ഇപ്പം തന്നെ പഠിപ്പിച്ചു തരാമല്ലോ, ഇപ്പം തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നട്കഡിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ, വളരെ ശ്രദ്ധാപൂർവം നിലത്ത് നോക്കി, താഴെ നോക്കി, ഒക്കെ ഗിട്ടി ഉടായി, ഒരു കല്ലെടുത്തു. ചുമ്മാ ഒരു കല്ലിങ് എടുക്കുന്നതിന് പകരം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ഒരു കല്ലെടുത്തു. ഓർ ചട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല. ആ കല്ല് ഈ ചട്പട്ടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദിഖാത്തെ ഹുയെ ബോല എന്ന് വെച്ചാൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഗിട്ടി ഏസി ലോ ജോ ജ്യാദാ ഭാരി ഓർ ഖുർദുരി നാ ഹോ. ഗിട്ടി ഏസി ലോ, ഇങ്ങനത്തെ കല്ല് വേണം എടുക്കാൻ. എങ്ങനത്തെ കല്ല്? ജോ ജ്യാദാ ഭാരി ഓർ ഖുർദുരി നാ ഹോ. ഭയങ്കര ഭാരമുള്ളതും, ജ്യാദാ ഭാരി മീൻസ് വളരെ വെയിറ്റ് ഉള്ളതും, നല്ല കനമുള്ളതും, അതുപോലെ ഖുർദുരി എന്ന് പറഞ്ഞാൽ പരിപരുത്തത്, റഫായിട്ടുള്ളതും. നാ ഹോ എടുക്കരുത്. ഒത്തിരി കനമുള്ളതും പരിപരുത്തതുമായിട്ടുള്ള കല്ല് എടുക്കരുത്. ഹൽക്കി ഓർ ചിക്കിനി ഹോ, നല്ല കനം കുറഞ്ഞതായിരിക്കണം. ഹൽക്കി എന്ന് വെച്ചാൽ ഭാരം കുറഞ്ഞത്. ചിക്കിനി എന്ന് പറഞ്ഞാൽ മിനുസമുള്ളത്, നല്ല കനം കുറഞ്ഞത് മിനുസമുള്ളതായിട്ടുള്ള കല്ല് വേണം എടുക്കാൻ. ഓർ ഉസേ ഇസ് തരഹ് ഫേങ്കോ, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയൂ. അതായത് അവൻ അല്പം ചെരിഞ്ഞ് നിന്നിട്ടൊരു പ്രത്യേക സ്റ്റൈലിലാണ് അത് എറിഞ്ഞത് അല്ലേ, ആ രീതിയിൽ എറിയൂ എന്ന് പറഞ്ഞിട്ട് ആ ആക്ഷൻ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. ലേക്കിൻ അബ് തക് ചട്പട്ട് കാ ധ്യാൻ ബൺ ചുകാത്ത. അപ്പോഴേക്കും നമ്മുടെ ചട്പട്ടിൻ്റെ ശ്രദ്ധയൊക്കെ അവിടെ നിന്ന് മാറി. ഇവൻ പറയുന്നത് കേട്ട് നിന്നുകൊണ്ടിരിക്കെ തന്നെ അവൻ്റെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയി. എങ്ങോട്ടാണ് അവൻ്റെ ശ്രദ്ധ മാറിപ്പോയത്? വഹ് പോക്കർ കെ പാനി പർ തൈത്തി ബതുക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ. ആ പോക്കറിലെ, അതായത് കുളത്തിലെ വെള്ളത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്ന താറാവുകളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ധ്യാൻ ദേഖ് രഹാ താ, ധ്യാൻ മീൻസ് ശ്രദ്ധ, ഇതിലേക്ക് നമ്മുടെ ചട്പട്ടിൻ്റെ ശ്രദ്ധ തിരിയുകയാണ്. ഇത്രയുമാണ് ആ ചാപ്റ്റർ മൊത്തത്തിലുള്ള എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് ബാക്കിയുണ്ട്. പിന്നെ അതിൻ്റെ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലൂ ബോക്സിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എക്സസൈസുകളെല്ലാം ഡിസ്കസ് ചെയ്യണം. എക്സസൈസൊക്കെ എന്തെങ്കിലും എഴുതാനൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് 2-3 ഓപ്ഷൻസൊക്കെ ഞാൻ തരാം, അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ രമേശ് ഉപാധ്യായനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്.
പിന്നെ വേർഡ് മീനിങ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് പോയത്, എങ്കിലും ചാപ്റ്ററിൻ്റെ അവസാനം അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായി എന്ന് മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്നായി വായിച്ച് മനസ്സിലാക്കുക. ബൈ ബൈ. Hope you all enjoyed the explanation. Please like and subscribe. Thank you.